And the very last question of this paper, that is question number 25. The maximum speed of a boat in still water is 27 km per hour. Now the boat is moving downstream. Downstream എന്ന് പറഞ്ഞാൽ ഒഴുക്കിന് അനുകൂലമായിട്ട് മൂവ് ചെയ്യുക. ഒഴുക്കിന് അനുകൂലമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ബോട്ടിൻ്റെ നെറ്റ് വെലോസിറ്റി is equal to ബോട്ടിൻ്റെ സ്റ്റിൽ വാട്ടർ വെലോസിറ്റി പ്ലസ് വെള്ളത്തിൻ്റെ വെലോസിറ്റി 9, that is equal to 30. 27 plus 9, 36 km per hour. അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 36 into 5 by 18, 2, that is 10 meter per second എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ സ്പീഡ് ഓഫ് 10. ദ റേഞ്ച് ഓഫ് ദ ബോൾ ഒബ്സർവ്ഡ് ബൈ ആൻ ഒബ്സർവർ റെസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒബ്സർവർ നോക്കുമ്പോൾ ഒരാളൊരു കല്ല് ഇങ്ങനെ ബോട്ടിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തും. പക്ഷേ ബോട്ട് അല്പം മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ടല്ലോ. ബോട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന ബോട്ടിൽ നിന്നാണ് ഈ കല്ല് ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞത്. അപ്പോൾ മുകളിൽ പോയി താഴേക്ക് വരുമ്പോൾ ഗ്രൗണ്ട് നോക്കുന്ന ഒബ്സർവർക്ക് അത് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുക. ഈ റേഞ്ചാണ് ചോദിച്ചത്. സോ ആർ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടാൻ എളുപ്പമാണ്. മുകളിൽ പോയി തിരിച്ചു വന്നാലേ. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u by g. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മുകളിലേക്ക് എറിഞ്ഞ വെലോസിറ്റി 10 ഡിവൈഡ് ബൈ g. 10 ക്യാൻസൽ ചെയ്താൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2 സെക്കൻഡ് കിട്ടി. ദെൻ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി ബോട്ടിൻ്റെ വെലോസിറ്റിയാണ്, ദാറ്റ് ഇസ് 10 ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് 2, ദാറ്റ് ഇസ് 20 സെൻറ്റിമീറ്റർ. സോ ഹിയർ ഇറ്റ് ഇസ് 20 മീറ്റർ അല്ലേ വരിക? 20 മീറ്റർ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻²വരും. അപ്പം 2 0 കൂടെ വരും. അപ്പോൾ 2000 centimeter. 2000 centimeter is the right answer. So that is the end of the discussion. Thank you so much. Bye.